യെസ്, നമ്മൾ ആദ്യം പോകുന്നത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. വലിയ ആശങ്കയിലായിരുന്നു എവിടെ കളി കാണാൻ കഴിയുമെന്ന്. ഇപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുകയാണ്. വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണിപ്പോൾ തത്സമയ സംരക്ഷണം സി നെറ്റ്വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഇന്ത്യയിൽ കാണാം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സി എന്റർടൈൻമെന്റ് സംരക്ഷണാവകാശം നേടി. ഇതോടെ മത്സരങ്ങൾ കാണാനാകില്ലെന്ന ആശങ്ക മാറി. ഇപ്പോൾ നമ്മളോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, വലിയ ആശങ്കയിലായിരുന്നു ഇന്ത്യയിലെ ആരാധകർ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ആരാധകർ എവിടെ കളി കാണാൻ കഴിയും, അല്ലെങ്കിൽ മറ്റ് ലിങ്കുകൾ തേടി പോകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ആ തീരുമാനം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലോകകപ്പ് സിക്കൊപ്പം ഇനി ആഘോഷിക്കാൻ പറ്റുമല്ലേ? ജയം ഹരിഗോവിന്ദ്. അപ്പോൾ 10 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ലോകകപ്പിനുള്ളത്. അപ്പോൾ 10 ദിനത്തിന് പുറകെ നമ്മൾ നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഫുട്ബോൾ ആരാധകർക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഔദ്യോഗികമായി സി നെറ്റ്വർക്ക് ലോകകപ്പിൻ്റെ സംപ്രേഷണം ഇന്ത്യയിൽ അവർ നടത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഫിഫയുമായി അതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. യുണൈറ്റ് 8 എന്ന് പറയുന്ന സി നെറ്റ്വർക്കിലെ സ്പോർട്സ് ചാനൽ ആരംഭിക്കുന്ന പുതിയ സ്പോർട്സ് ചാനലാണ് യുണൈറ്റ് 8. ഒപ്പം തന്നെ C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലുമാണ് ഇത്തവണ കളി കാണാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും C5 പോലുള്ള OTT പ്ലാറ്റ്ഫോമുകൾ നേരത്തെ തന്നെ ഒരുക്കി വെച്ച് കളി വളരെ അനായാസമായി കാണാം. സി നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മത്സരം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സ്റ്റാർ സ്പോർട്സും ആദ്യഘട്ടത്തിൽ സ്റ്റാർ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജിയോ സ്റ്റാർ എന്ന് പറയുന്ന കോംബോ ടീം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി ഈ സംരക്ഷണ അവകാശം നേടിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ ബ്രോഡ്കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ പതുക്കെയായിരുന്നു പോയിരുന്നത് ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യയിൽ കളി കാണാനാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഫുട്ബോൾ ആരാധകർക്കുണ്ടായിരുന്നു. 10 ദിവസം മാത്രം നിൽക്കുമ്പോൾ അതിനൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം സിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. 2034 വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഫിഫയുടെ മത്സരങ്ങളും അതിൻ്റെ സംരക്ഷണാവകാശം, അവരുടെ ഡോക്യുമെന്ററികൾ സംബന്ധിച്ചുള്ള സംരക്ഷണാവകാശം പൂർണ്ണമായും സി നെറ്റ്വർക്കിന് ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകകപ്പ് മാത്രമല്ല, അടുത്ത 2030 ലോകകപ്പ്, അതിനിടയ്ക്ക് വരുന്ന വനിതാ ലോകകപ്പ്, അണ്ടർ 20 ലോകകപ്പ് ഉൾപ്പെടെയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ടൂർണമെന്റുകളുണ്ട്. അതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഇന്ത്യയിലെ സംരക്ഷണാവകാശം സി നെറ്റ്വർക്കിന് ലഭിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ വായിക്കേണ്ടതാണ്. എന്തായാലും ഈ നിമിഷം നമുക്ക് നേരത്തെ ഹരിഗോവിന്ദ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ എവിടെ കളി കാണും, എങ്ങനെ കാണും എന്നുള്ളൊരു ആശങ്കയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കളി കണ്ടു വേണം റിപ്പോർട്ട് ചെയ്യാൻ. അമേരിക്ക നമ്മളെ സംബന്ധിച്ച് വലിയ അകലെയാണ്. ഇപ്പോൾ ഖത്തറിലൊക്കെ ലോകകപ്പ് നടന്ന സമയത്ത് നമ്മുടെ ആളുകൾ ഇവിടുന്ന് കളി കാണാൻ വേണ്ടി ഫ്ലൈറ്റ് പിടിച്ച് പോയ ആളുകളുണ്ട്. പക്ഷേ അമേരിക്കയിലേക്കും കാനഡയിലേക്കും മെക്സിക്കോയിലും ഒക്കെ പോയി കളി കാണാനുള്ള പ്രയാസം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് ടെലിവിഷനിൽ മാത്രം കളി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആശങ്ക ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ. പക്ഷേ അതെല്ലാം ഇപ്പോൾ മാറുകയാണ്, മാനം തെളിയുകയാണ്. ഫുട്ബോളിൻ്റെ മൈതാനത്തേക്ക് നമുക്കിനി വലിയ പ്രതീക്ഷകളോടെ നോക്കി നിൽക്കാം. എന്തായാലും C5 ഒപ്പം തന്നെ യുണൈറ്റ് 8 എന്ന് പറയുന്ന അവരുടെ ഇംഗ്ലീഷ്, ഹിന്ദി സ്പോർട്സ് ചാനലും ഒക്കെ വരാൻ പോവുകയാണ്. അതിലാണ് മത്സരങ്ങൾ ഉണ്ടാവുക. ആകെയുള്ളൊരു കാര്യം, 40 ദിവസം നമുക്ക് ഉറക്കമുണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം ഈ മത്സരത്തിൻ്റെ ക്രമം അറിയാമല്ലോ ഹരി. രാത്രി 9:30 തുടങ്ങി പിറ്റേന്ന് രാവിലെ ഏതാണ്ട് 8:30 മണി വരെയൊക്കെ ഉണ്ട് കളി. അതുകൊണ്ട് തന്നെ ഉറക്കം നഷ്ടപ്പെടുന്ന 40 ദിവസങ്ങളാണ് ഈ 10-ാം തീയതി 11-ാം തീയതി മുതൽ നമുക്ക് തുടങ്ങാൻ പോകുന്നത്. കളി കാണാം ഹരി ലൈവായി. ശരി, ആശങ്ക ഒഴിയുകയാണ്. ഒടുവിൽ സി നെറ്റ്വർക്ക് ആ ഒരു തത്സമയ സംരക്ഷണ അവകാശം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ലൈവായി വേൾഡ് കപ്പ് മത്സരങ്ങൾ മലയാളികൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആരാധകർക്കും കാണാൻ കഴിയും. ഉറക്കം ഒഴിയുന്ന രാത്രികളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ നൽകിയ വിവരം.